ഐ കേരറ്റ് ജയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കേരറ്റ്സ് 2026 CRPF കോൺസ്റ്റബിൾ ട്രേഡ്സ്മാൻ ടെക്നിക്കൽ ആൻഡ് പയനിയർ വിങ്ങിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഔട്ടായിരിക്കുകയാണ്. 10ാം ക്ലാസ് പാസ്സായവർക്കും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. വീഡിയോ നിങ്ങൾ ഫുൾ കാണുക, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. 18 വയസ്സ് മുതൽ 27 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒത്തിരി ട്രേഡിൻ്റെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. 9000+ വേക്കൻസി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. ഫുൾ അപ്ഡേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഫോം ഫില്ലിങ്ങിന് ഇനിയും ടൈമുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്പ് ആവുന്നതായിരിക്കും. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബേസിക് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അതനുസരിച്ച് നോട്ട് ചെയ്ത് വെക്കുക. ഫോം ഫില്ലിംഗ് ഡേറ്റ് ഞാൻ പറയുന്നതായിരിക്കും. ആ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഫോം ഫിൽ ചെയ്യാവുന്നതുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ഡിഫറൻറ്റ് ജോബ് കിട്ടുന്നിടം വരെ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. സോ സിറ്റ് ബാക്ക്, റിലാക്സ്, എൻജോയ് ദ വീഡിയോ. കേരറ്റ്സ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോ നിങ്ങൾ ഫുൾ കാണണം, എന്നാലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കേരളത്തിലെ ഓരോ ആൺകുട്ടിയും അതേപോലെ തന്നെ ഓരോ പെൺകുട്ടിയും അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് ഏതൊക്കെ ട്രേഡിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. നോക്കൂ കുട്ടികളെ, കോൺസ്റ്റബിൾ ടെക്നിക്കൽ ട്രേഡ്സ്മാൻ ആൻഡ് പയനിയർ വിങ്ങിലേക്കാണ് നോട്ടിഫിക്കേഷൻ ഔട്ട് ആയിരിക്കുന്നത്. എക്സാം പാറ്റേൺ, സിലബസ്, സെലക്ഷൻ പ്രോസസ് എന്നീ കാര്യങ്ങളെല്ലാം ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നോക്കൂ, അപ്പോൾ നമുക്ക് ഓരോ കാര്യം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ് അഡ്വർടൈസ്മെൻറ്റ് നോട്ടീസ്. CRPFിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്ന നോട്ടീസാണ്. ഇത് ഒഫീഷ്യലി തന്നെയാണ്. ഇതിനകത്ത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കും പ്രോപ്പർ PDF വേണമെന്നുണ്ടെങ്കിൽ 47 പേജിൻ്റെ PDF ആണിത്. ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് ചാനൽ ഒന്ന് ജോയിൻ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് PDF ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്നതായിരിക്കും. അതിൽ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു PDF നോക്കാവുന്നതാണ്. ക്ലിയർ? ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 3 ട്രേഡിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഔട്ട് ആയിരിക്കുന്നത്. ഇനി ഫോം ഫില്ലിംഗ് എപ്പോഴാണ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത്? നോക്കൂ കുട്ടികളെ, ഏപ്രിൽ 20 ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്നത്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ മെയ് 19. ഫോം ഫില്ലിംഗിന് ഇനിയും ടൈമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഈ ഒരു ഡേറ്റ് നോട്ട് ചെയ്ത് വെക്കണമെന്ന്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് വേക്കൻസി. ടോട്ടൽ വേക്കൻസി 9000+ ആണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് മെയിൽ വേക്കൻസി എന്ന് പറഞ്ഞാൽ 9096 ആണ്. ഫീമെയിൽ വേക്കൻസി 79 ആണ്. ഇത്രയും വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേക്കൻസി വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് മെയിൽ വേക്കൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ട്രേഡ് അനുസരിച്ച് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് എല്ലാ ട്രേഡും. അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈസും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കേരള നിങ്ങൾക്കിവിടെ വേക്കൻസി കാണാം, 304 വേക്കൻസിയാണ്. ഇത് മെയിൽ വേക്കൻസിയുടെ അപ്ഡേറ്റ് ആണ്. അതേപോലെ തന്നെ ടോട്ടൽ വേക്കൻസി നോക്കൂ കുട്ടികളെ, 9096 ആണ്. 9000+ വേക്കൻസി വന്നിട്ടുണ്ട്. നല്ലൊരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. എല്ലാ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. മെയിൽ കാറ്റഗറിയിൽ പെടുന്ന. ഫീമെയിൽ കാർഡിൻ്റെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും ട്രേഡ് വൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്റ്റേറ്റ് വൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കേരളത്തിൻ്റെ വേക്കൻസിയും ഇവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ്. ടോട്ടൽ വേക്കൻസി 79 ആണ്. ഇനി നമുക്ക് നോക്കാം നെക്സ്റ്റ് അപ്ഡേറ്റ് എന്തൊക്കെയാണെന്ന്. വന്നിരിക്കുന്ന വേക്കൻസിക്കകത്ത് ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് വേക്കൻസീസ് ഫോർ പയനിയർ വിങ്. ഈ പയനിയർ വിങ് എന്താണെന്ന് പറഞ്ഞാൽ മേസൺ അതുപോലെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ പെടുന്നതാണ് ഈ കാറ്റഗറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കാറ്റഗറിയിലേക്ക് മെയിൽ കാർഡിന് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനകത്ത് വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് ടോട്ടൽ 20 ആണ്. ഇത് ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ? ടോട്ടൽ വേക്കൻസി 20 ആണ്. ഓൾ ഇന്ത്യ ലെവലിലാണ് ഈ ഒരു വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏജ് ലിമിറ്റ്. ട്രേഡ് ബേസ് നോക്കാം. എല്ലാ കാര്യങ്ങളും പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് നോക്കൂ കുട്ടികളെ, 21 to 27 ഇയേഴ്സ് ആണ്. ഈ ഡേറ്റിനിടയിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഫോർ കോൺസ്റ്റബിൾ മോട്ടോർ മെക്കാനിക് വെഹിക്കിൾ, കോബ്ലർ, കാർപ്പൻറ്റർ, ടൈലർ, ബ്രാസ് ബാൻഡ്, പൈപ്പ് ബാൻഡ്, ഗാർഡനർ, ബെഗ്ലർ, പെയിൻറ്റർ, കുക്ക്, ബാർബർ കം ഹെയർ ഡ്രസ്സർ, ഈ ട്രേഡിലേക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18-23 ആണ്. ഇതിനിടയിലാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കാസ്റ്റ് SC/ST ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഇളവ് ലഭിക്കും. നിങ്ങളുടെ കാസ്റ്റ് OBC ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. എക്സ് സർവീസ്മാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ. നോക്കൂ കുട്ടികളെ, ഇവിടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 രീതിയിലുള്ള ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, നെക്സ്റ്റ് ആണ് ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ. സോ ഫസ്റ്റ് ആണ് ഡ്രൈവർ പോസ്റ്റിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതോടൊപ്പം തന്നെ ഇത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. ഈ ഒരു ലൈസൻസ് നിങ്ങളുടെ ക്രൂഷ്യൽ ഡേറ്റിന് മുന്നേ ഉള്ളതായിരിക്കണം. അതായത് മെയ് 19 ക്രൂഷ്യൽ ഡേറ്റ്. അതിന് മുന്നേ റെഡിയാക്കിയ സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. വാലിഡിറ്റി പ്രോപ്പറായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റും പറഞ്ഞിട്ടുണ്ട്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്
ഇമ്പോർട്ടൻറ്റ് ട്രേഡാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ. ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കണം. ഇത് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ്. ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡിൽ 2 വർഷത്തെ ITI എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, അതായത് ITI സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങളുടെ കയ്യിൽ ITI സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 3 വർഷത്തെ നാഷണൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലുള്ള അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്നൊരു ട്രേഡിലേക്ക്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രേഡാണ് ട്രേഡ്സ്മാൻ കാറ്റഗറിയിലേക്ക് 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ട്രേഡിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ട്രേഡ് റിലേറ്റഡ് നിങ്ങളുടെ കയ്യിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ഏത് ട്രേഡ് ആണെങ്കിലും, ബാർബർ ആണെങ്കിലും അതേപോലെ തന്നെ മറ്റ് ഏത് ട്രേഡ് ആണെങ്കിലും, കാർപ്പൻറ്റർ ആണെങ്കിലും ആ ഒരു ട്രേഡിൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സ്കില്ലും ഉണ്ടായിരിക്കണം. ആ ഒരു ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കും നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം സെലക്ഷൻ പ്രോസസ്സ് വരുമ്പോൾ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. സോ ലാസ്റ്റ് ട്രേഡാണ് പയനിയർ വിങ്. ഇവിടെയും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതേപോലെ തന്നെ ഈ ഒരു ട്രേഡിലേക്ക് നിങ്ങൾക്ക് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് 1 ഇയർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആണ് സെലക്ഷൻ പ്രോസസ്. നോക്കൂ കുട്ടികളെ, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ PET ആണ്, അങ്ങോട്ട് ഞാൻ പറയുന്നതായിരിക്കും ഏതൊക്കെയാണ് PETക്കകത്ത് വരുന്ന ഇവന്റ് എന്ന്. അതിനുശേഷം PST ആണ്, അത് ഞാൻ അങ്ങോട്ട് പറയുന്നതായിരിക്കും. അതിനുശേഷം കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്, റിട്ടേൺ എക്സാം വരും. അതിനുശേഷം ട്രേഡ് ടെസ്റ്റ് ആണ്, അതിനുശേഷം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്, പിന്നെ മെഡിക്കൽ, അതിനുശേഷം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ്. ഇതാണ് പ്രോപ്പർ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ഇതിന്റെ ഓരോ അപ്ഡേറ്റഡ് കാര്യങ്ങളും നോക്കാം. നോക്കൂ കുട്ടികളെ, ഫസ്റ്റ് ആണ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്. ആദ്യം നിങ്ങൾ ഓൺലൈനിൽ ഫോം ഫില്ല് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് വരുന്നു. അഡ്മിറ്റ് കാർഡ് വരുന്നതനുസരിച്ച് നിങ്ങൾ ആദ്യം പോയി ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുന്നു. ഇനി ട്രേഡ് വേസ് നമുക്ക് നോക്കാം. നിങ്ങൾ ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ എന്നൊരു ട്രേഡിന് അപ്ലൈ ചെയ്ത ഒരു കേഡറ്റ് ആണെങ്കിൽ, നിങ്ങൾ മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഫിസിക്കൽ ഇവന്റ് ആണ് 5 കിലോമീറ്റർ 24 മിനിറ്റിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. ഫീമെയിൽ കേഡറ്റ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ റണ്ണിംഗ് 8 മിനിറ്റ് 30 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തിയിരിക്കണം. നിങ്ങൾ ഈ ട്രേഡിനൊക്കെ അപ്ലൈ ചെയ്ത ഒരു കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ, മെയിൽ കേഡറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഇവന്റ് ആണ് 1.6 കിലോമീറ്റർ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 1.6 കിലോമീറ്റർ. ടൈമിംഗ് ഡിഫറൻ്റ് ആണ്, മെയിലിന് 10 മിനിറ്റ്, ഫീമെയിലിന് 12 മിനിറ്റ്. നിങ്ങൾ അതുപോലെ തന്നെ പയനിയർ വിങ്ങിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് 1.6 കിലോമീറ്റർ റണ്ണിംഗ് വരും, 9 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ഓടിയെത്തിയിരിക്കണം. ഇതാണ് PET ടെസ്റ്റിനകത്ത് വരുന്ന ഇവന്റ്. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ വരുന്ന PST ആണ്. PST എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണ്. നിങ്ങളുടെ ഹൈറ്റും വെയിറ്റും ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ചെസ്റ്റ് മെഷർമെന്റും. നമുക്ക് PSTയുടെ അപ്ഡേറ്റ് നോക്കാം. നോക്കൂ കുട്ടികളെ, നിങ്ങളൊരു മെയിൽ കേഡറ്റ് ആണെങ്കിൽ 107 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ 157 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ഇനി നിങ്ങൾ ST കാറ്റഗറിയിൽ പെടുന്ന ഒരു മെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 162.5 സെന്റിമീറ്റർ ഹൈറ്റ് മതി. ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 150 സെന്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ 80 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം മിനിമം. എക്സ്പാൻഷൻ ചെയ്യുമ്പോൾ 5 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതാണ് PST ടെസ്റ്റിൽ വരുന്ന ഇവന്റുകൾ. ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്. ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ CBT ആണ്. ഇതെല്ലാം ഒരുമിച്ചല്ല നടക്കുന്നത്. ആദ്യം നിങ്ങളുടെ ഫിസിക്കലാണ്, അതിനുശേഷമാണ് പിന്നെ എക്സാം വരാൻ പോകുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കൂ കുട്ടികളെ, റിട്ടൺ എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ റീസണിംഗിൽ നിന്ന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും, 25 മാർക്ക്. പിന്നെ GKയിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്. എലിമെന്ററി മാത്തമാറ്റിക്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, 25 മാർക്ക്. ഇംഗ്ലീഷിൽ നിന്ന് ടോട്ടൽ 25 ക്വസ്റ്റ്യൻ, 25 മാർക്സ്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻ, 100 മാർക്സ്. 2 മണിക്കൂറാണ് എക്സാം ടൈം എന്ന് പറയുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 ആണ്. ഇനി നിങ്ങൾക്ക് ഈ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രോപ്പർ ടോപ്പിക് അറിയണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ നോക്കിയാൽ മതി. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എക്സാം പാറ്റേണിൻ്റെയും സിലബസിൻ്റെയും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. സെപ്പറേറ്റ് വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ എക്സാമിൻ്റെ കാര്യവും വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇനി അറിയേണ്ടതാണ് ആപ്ലിക്കേഷൻ ഫീസ്. നോക്കൂ കുട്ടികളെ, ടോട്ടൽ ഫീസ് ആവുന്ന 100 റുപ്പീസ് ആണ്. ആർക്കൊക്കെയാണ് 100 രൂപ ആവുന്നത് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. മെയിൽ കേഡറ്റിനാണ് ആകുന്നത്, ജനറൽ EWS ആൻഡ് OBC കാറ്റഗറിയിൽ പെടുന്നത്. പിന്നെ ഫീമെയിൽ കേഡറ്റ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് ഒന്നും ആവത്തില്ല. എക്സ് സർവീസ്മാനും ഫീസ് ആകത്തില്ല. ഫീമെയിൽ കേഡറ്റ് ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫീസ് ആകത്തില്ല. SC ST ആൻഡ് ഫീമെയിൽ ഓൾ കാറ്റഗറീസ് അവർക്ക് ഫീസ് ഒന്നും തന്നെ ആകത്തില്ല. ക്ലിയർ ആയല്ലോ? നിങ്ങൾക്ക് ഓൺലി ഫീസ് വരുന്നത് ജനറൽ EWS ആൻഡ് OBC കാറ്റഗറിയിൽ പെടുന്ന ആൺകുട്ടികൾക്ക് മാത്രമാണ്. CRPFന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഈ ഒരു വെബ്സൈറ്റ് ത്രൂ തന്നെയാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാവുന്നതാണ്. 2026 ഇപ്പോൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ അപ്ഡേറ്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. SSCGയുടെ ആൾറെഡി റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. BSF HCM ആൻഡ് ASയുടെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആണ്. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ ആർമി, GD, ട്രേഡ്സ്മാൻ, WMB, നേഴ്സിംഗ് അസിസ്റ്റന്റ്, ടെക്നിക്കൽ ക്ലർക്ക് എല്ലാ ട്രേഡിന്റെയും ഓൺലൈൻ ക്ലാസ്സുകളും ഫിസിക്കൽ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേവി, SSR, MR, മെഡിക്കൽ അസിസ്റ്റന്റിന്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽ, ഡെയിലി പ്രാക്ടീസ്, റിവിഷൻ ക്ലാസ്സുകൾ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ക്ലാസിന്റെ അപ്ഡേറ്റ് എല്ലാം തന്നെ നിങ്ങൾക്ക്
വളരെ കറക്റ്റായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇന്ത്യയിലെ എല്ലാ ഡിഫൻസ് റിലേറ്റഡ് കാര്യങ്ങളും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും. ഫൈനലി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കുട്ടികൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതാണ് ഫോൺ നമ്പർ. കോഴ്സ് റിലേറ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഡൗട്ട് ആണെങ്കിലും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന്. ഐ തിങ്ക് കേരളത്തിൽ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കാണത്തില്ല. നമ്മളായിരിക്കും ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അതേപോലെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ. അത് എന്തോത്തിനാണെന്ന് പറഞ്ഞാൽ ഒരു റിമൈൻഡർ എന്ന രീതിയിലാണ് നമ്മൾ ഒന്നുകൂടി അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. എന്നാലും പക്ഷേ ഇന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. വളരെ ബെനിഫിറ്റ് ആവുന്ന ഒരു വീഡിയോ ആണ്. 9000+ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ഉടനെ കാണാം. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്.